ഐഫോൺ ആണോ നല്ലത് അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോൺസ് ആണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ടീംസുകാരും വിട്ടു പറയില്ല. അവര് രണ്ടുപേരും പറയും അവരുടെയാണ് നല്ല ഫോൺ എന്ന്. അപ്പൊ നമ്മളിത് ആക്ച്വലി നോക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അതിന് ഈ ടെക് യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവര് നോക്കിക്കോളും. അപ്പൊ ഞാനിവിടെ പറയാൻ വന്നത് ചില ഐഫോണിന്റെ യൂസേഴ്സ് ഉണ്ടല്ലോ, അവരുടെ ഈ ഒരുമാതിരി സ്വഭാവം പോലെ തന്നെയാണ് ഈ ആപ്പിൾ കമ്പനി ഉണ്ടല്ലോ, അവരുടെ ചില സമയത്തുള്ള സ്വഭാവം. എന്തൊക്കെയോ ഒരു കാട്ടിക്കൂട്ടലുകളൊക്കെയാണ് ഇവരുടെ. ഐഫോൺ ഉണ്ടെങ്കിൽ എന്തോ ഒരു അച്ചീവ്മെന്റ് ഒക്കെ കിട്ടിയ പോലെയാണ് ചില ആൾക്കാരൊക്കെ കാണിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ തോന്നുന്നത് ചുമ്മാ ഒന്നുമല്ല, അവരുടെ കമ്പനിക്കാർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ്. ഇത് മൊത്തം പുറത്ത് വന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, റയൻ ജോൺസൺ ഉണ്ടല്ലോ, നൈഫ്സ് ഔട്ട് എന്നുള്ള സിനിമയുടെ ഡയറക്ടർ, പുള്ളി ഒരു ഇന്റർവ്യൂവിൽ വെച്ചൊരു കാര്യം പറഞ്ഞപ്പോൾ മുതലാണ് ഇവര് എന്തൊക്കെ ചെയ്തിട്ടാണ് ഈ ഐഫോണുകാരനെ കൊണ്ട് ഇങ്ങനെ ഒരു ഭയങ്കര സുപ്പീരിയർ ആണെന്ന് തോന്നിപ്പിക്കുന്നത് എന്ന് പുറത്തു വന്നത്. അതായത് ഹോളിവുഡിലും വലിയ സ്റ്റുഡിയോ മൂവീസിലൊക്കെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല്, ഒരു നായകന് ചുമ്മാ ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ ഡ്രസ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാറൊന്നും ഓടിക്കാൻ പറ്റില്ല. അതിനൊക്കെ കറക്റ്റ് ആയിട്ടുള്ള കോൺട്രാക്ട്സ് ഉണ്ടാവും, അതിനൊക്കെ അവർക്ക് പൈസയും കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആപ്പിളും ഈ സ്റ്റുഡിയോകളുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റിൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, വില്ലന്മാരോ അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് എന്തെങ്കിലും ഹാക്കിങ്ങോ അതുപോലെ എന്തെങ്കിലും ചെയ്യുന്ന പ്രവർത്തികളൊന്നും മാക്കിലും ഐഫോണും യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു വില്ലൻ ആണെങ്കിൽ പുള്ളിയുടെ കയ്യിൽ ഐഫോൺ വരാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ ആപ്പിൾ ഒരു കോൺട്രാക്ട് വെച്ചപ്പോഴാണ് അത് റയൻ ജോൺസന് ഇഷ്ടപ്പെടാതെ ഇരുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ ആപ്പിളുകാർ ഇവരുടെ പ്രൊഡക്റ്റ് എന്തോ ഭയങ്കര സംഭവമാണെന്ന് എല്ലാവരുടെയും സബ് കോൺഷ്യസിലേക്ക് ഇങ്ങനെ എത്തിക്കുന്നത്. സംഭവം പിടിയിട്ടില്ലേ?